എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 66-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഭക്തിയായി സദാ മമ മന്ത്രത്തെ ജപിപ്പോർക്ക് പറ്റുകില്ലൊരു നാളും സംസാരാർണവ ദുഃഖം. എത്തുമോ തണ്ണീർക്കിട്ടിൽ ദാഹങ്ങൾ ഒരുവന്, എത്തുമോ തമസിൻ്റെ ദുഃഖങ്ങൾ പ്രകാശത്താൽ. നിൽക്കുമോ മരം നിജവേരുകളറ്റിയിടുമ്പോൾ, നിൽക്കുമാറുണ്ടോ താപം മേഘങ്ങൾ ചൊരിയുമ്പോൾ. നിൽക്കുമോ കാലൻ മമദേവ മന്ത്രങ്ങൾ കേൾക്കിൽ, പറ്റുമോ പാപമുഖങ്ങൾ അയ്യപ്പൻ പ്രസാദിക്കിൽ. എത്തിടാ മനസ്സിങ്കൽ പാപങ്ങൾ ഒരു നാളും, എത്തിക്കുന്ന വാക്ഷരി സച്ചിദാനന്ദം നൂനം. കർമ്മമൂലങ്ങൾ ഛേദം ജന്മനാശത്തിൻ ഹേതു, നിർമ്മല മഹീപാല സന്മതേ ധരിച്ചാലും. സത്കർമ്മനിരതരാമെന്നുടെ ഭക്തർക്കെല്ലാം സച്ചിദാനന്ദമേകി നിത്യം ഞാൻ കടാക്ഷിക്കും. സത്കർമ്മ നിവൃത്തിക്കായി മാനവരെല്ലാ നാളും ശുദ്ധമാങ്കാത്രങ്ങളെ പാലിച്ചു കൊള്ളേണമേ. ദേഹമില്ലായിൽ കർമ്മപാലനം ചെയ്തിടുവാൻ ജീവികൾക്കെളുതല്ല എന്നു ഞാൻ ഓതിയിടുന്നേൻ. ആകയാൽ ധർമാചാരശീലരായ മനുജന്മാർ ഭൂവിതിൽ ശരീരത്തിൻ പാലനം ചെയ്തിടണം. ധർമാർത്ഥകാമ മോക്ഷഹേതുവായി ശരീരങ്ങൾ നർമ്മമായി പാലിച്ചിടുമെന്നുടെ ഭക്തന്മാർക്ക് ധർമ്മകർമ്മങ്ങൾ ചെയ്യുവാനെന്നുമേ തോന്നിച്ചിടും. തന്വാർത്ഥമായ അർത്ഥത്തെ ഉണ്മയിൽ കനിഞ്ഞിടും. അർത്ഥലാഭത്താൽ ശ്രേഷ്ഠമായുള്ള കാമങ്ങളും വ്യക്തമായി ലഭിച്ചിടും ധാർമ്മികന്മാർക്കെന്നുമേ. ധർമ്മവും അർത്ഥം കാമം എന്നിവ കനിഞ്ഞ് ഞാൻ നിർമ്മല ചതുരാർത്ഥം നൽകുമെന്നറിഞ്ഞാലും. ചതുരാർത്ഥം ലഭിക്കുമ്പോൾ യേശുമോ ചതുർത്ഥികൾ, മധുരാർത്ഥിക്കല്ല ഇപ്പോഴും മാധുര്യ വിചാരങ്ങൾ. ശാശ്വതാകാരം ഭവവാരണം മഹാബോധം, ഈശ്വരവിലാസങ്ങൾ ആസ്വദിച്ചിടാൻ ഗാത്രം. ഈശ്വരൻ പാലിച്ചിടാൻ ഈശ്വരൻ ചൊല്ലിയിടുമ്പോൾ, ഈശ്വരവിമുഖന്മാർ ഭോഗമൊന്നിനായി മാത്രം ഗാത്രങ്ങൾ പോറ്റിയിടുകിൽ രാഗാതിരോഗം മൂലം. ചേർത്തു വീർക്കുവാൻ മാത്രം ഗാത്രങ്ങളായിടുമേ. രോഗവാരിധിക്കുള്ളിൽ പെട്ടുപോം ഗാത്രങ്ങളും, രോഗവാരണം ചെയ്യുവാനാക്കമായിടാർക്കും. ഭോഗമോഹാദി സർവം മാനസേ നിറച്ചഹോ. ജീവിതം വൃഥാവിലായ്മേ വിടുന്നോരു കൂട്ടർ, ലോകത്തിൽ രോഗങ്ങളും ചേർത്തോരാഘാതങ്ങളും ചേർത്തുടൻ തീർത്തിടുമേ നാരകം പെരുക്കുമേ. ദേഹികൾ പുരുഷാർത്ഥ നിലവിൽ കർമ്മം ചെയ്യിൽ, ദേഹങ്ങൾ കൂടി തത്വചിന്തയിൽ ചലിപ്പിക്കാം. തത്വചിന്തകൾ ചെയ്യാതുള്ള മാനവവൃന്ദം ശക്തിഹീനരായി ഗാത്രം ഛിദ്രമാക്കുന്നോ കഷ്ടം. ചിത്തബ്രഹ്മസംബന്ധം ബ്രഹ്മചിന്തനം പിന്നെ ശക്തിയായി ബ്രഹ്മചര്യം എന്നിവയ്ക്കായി നമ്മൾ സ്വാത്വിക ഗാത്രങ്ങളെ പാലനം ചെയ്തിടുകിൽ ശാശ്വതീകരിച്ചിടാൻ സദ്ഗുരുഭക്തി ദമം ശമനിയമാദി ഗുണങ്ങളും കൈവല്യേച്ഛയും മുതാ ശാശ്വതാനന്ദങ്ങളും പ്രാപിച്ചു സുഖിച്ചിടാം. ഊനമന്യേ നമ്മെ രോഗത്തിൽ വീഴ്ത്തിയിടുന്നൊരു അഷ്ടരാഗങ്ങൾ സർവം കിട്ടുപോമന്നേരത്തിൽ. അഷ്ടരാഗങ്ങൾ സർവം ന്യൂനമായി ഭവിക്കുമ്പോൾ പുഷ്ടമോദേന മമ ഭക്തരായി വരും മർത്യർ. ഭക്തിഹീനന്മാർ അഹോജനി മൃതിപാശം പേറി, മുക്തിയന്യേ ദുഃഖം പേറുമേ ജന്മം തോറും. ഭക്തിഹീനരാൽ ലോകം ശോകസാഗരമാവും. ശക്തമായി ചെയ്യും കലി നാശകർമ്മങ്ങൾ തത്ര. എന്നുടെ ഭക്തൗഖത്തെ ദ്വേഷിച്ചുമേ വീടുവാൻ മണ്ണിതിൽ കർമ്മം ചെയ്യും ധൂർത്തരായുള്ളോർകളിൽ പുണ്ണുകളൊന്നുപോലുമേശാതൻ ഭക്തന്മാരെ നിർണയം രക്ഷിക്കുവാൻ ദാസനായി വരുമഹം. എന്നുടെ ഭക്തർക്കെന്നേ മണ്ണിങ്കൽ ദുഃഖം തീർപ്പാൻ എന്നുമേ കഴിവില്ല മറ്റാർക്കും മഹാമതേ. കാര്യലാഭങ്ങൾ മാത്രമായുള്ള സാധ്യത്തിനായി ആരുമേ മമ ഭക്തരായിടാ മഹാമതേ. ലോകസേവകൾക്കായി വന്നുവൻ ജന്മമെന്ന് ലോകജാതന്മാർ ചിന്ത ചെയ്തുടൻ മമ മദ്ഭക്തരായി. ലോകത്തിൽ വാണിടുമ്പോൾ ശോകജാലങ്ങൾ നീക്കി ഏകിടും യോഗക്ഷേമ സർവങ്ങൾ ഭൂപാലക. വിദ്യാഭാവങ്ങൾ. കർമ്മലക്ഷണങ്ങളും ജന്മകാരണങ്ങളും കർമ്മസാക്ഷിയാം ദേവൻ ഭൂപനോടരുൾ ചെയ്തു. വിദ്യതൻ ഭാവങ്ങളും സദ്ഗുണശീലങ്ങളും വിദ്വാനാം നരേശനോടരുളി ഭഗവാനും. ശക്തിയെ വിദ്യയെന്നും അവിദ്യയെന്നും രണ്ട് വ്യക്തമാം നാമങ്ങളിൽ ചൊല്ലുമെന്നറിഞ്ഞാലും, വിദ്യയെ വിചാരിക്കൽ സ്ഫടിക സമാനവും സാത്വിക ഗുണങ്ങളാൽ പൂർണ്ണമെന്നായും കാണാം.
രാജത രാജസതാമസങ്ങളാൽ പൂരിതമാകും ഭാവം പേരിതിൽ അവിദ്യയായി ചൊല്ലുന്നു ബുധജനം. വിദ്യ കൊണ്ടെന്നെ നിത്യം ഭജിക്കും മനുഷ്യർക്ക് ചിത്തവാഞ്ചിതങ്ങളും സത്പുരുഷാർത്ഥങ്ങളും. വിത്തമായി കനിഞ്ഞിടും ഭക്തനാം മമതാത നിത്യനാമെന്നിൽ നിത്യം രമിക്കും അവർക്കപ്പോൾ. അവിദ്യാസമേതരായ ആശകൾ ലഭിപ്പാനായി ഇഹത്തിൽ എന്നെ എന്നും ഭജിക്കുന്നവർക്കെല്ലാം. ഏറെയായി ലൗകികങ്ങൾ കൈവരും അതുമല്ല, ഏറെയായി രാഗങ്ങളും വേറാതെ വന്നിടുമേ. ഭോഗവായ്പകൾ പിന്നെ രാഗവായ്പകൾ ചേർന്ന് പേറിയിടും ലക്ഷം ലക്ഷം ജന്മങ്ങൾ അവർ ന്യൂനം. സത്യഭംഗങ്ങൾ ചെയ്യുവാൻ നിത്യവും ബിരുദുകൾ അവിദ്യാവശന്മാർ ചെയ്തിടും അസംശയം. വിദ്യയ്ക്ക് സ്ഥാനങ്ങളും ചിത്തത്തിലായിടുമ്പോൾ അവിദ്യയെ വസിപ്പിക്കും ബുദ്ധിതൻ മധ്യത്തിലായി. ഈ വിധം അവിദ്യയ്ക്ക് ബുദ്ധിയിൽ സ്ഥാനം മൂലം ജീവിതം സുഖിയാവാൻ ബുദ്ധിയെ താഴ്ത്തിയിടണം. ബുദ്ധിക്ക് സ്ഥാനം നൽകും ചിത്തപാദത്തിൽ മുതാ ബുദ്ധന്മാരെന്ന് ഭവാൻ ബോധിച്ചു കൊള്ളേണമേ. എപ്പോഴോ ചിത്തത്തിൽ ബ്രഹ്മസംബന്ധം ഭവിക്കുന്നു, വിദ്യയും അപ്പോൾ പരബ്രഹ്മത്തിൽ ലയിക്കുന്നു. നിർഗുണം ഭവിക്കുന്നു ബ്രഹ്മമാനസന്മാർക്ക് എത്തുന്നു സർവം ക്ഷിപ്രപ്രസാധ്യമായവർക്കപ്പോൾ. പുണ്യകർമ്മങ്ങൾ ചെയ്യിൽ വിദ്യയും ലഭിക്കുന്നു, പാപകർമ്മത്താൽ നരർ വേൾക്കുന്നു അവിദ്യയെ. സ്വാത്വികശീലന്മാരാൽ പോഷണം വിദ്യയ്ക്കെന്നും താമസർ ജീവൻ കൂടിയ വിദ്യയ്ക്കായി നീക്കിയിടുമേ. വിദ്യാവശകതന്മാരായ സത്തുക്കൾക്കിഷ്ടമായി വരും സത്യം സ്ഥൈര്യം ധൈര്യങ്ങളും ഡംഭും അസൂയയും കൗടില്യകർമ്മങ്ങളും ഹുംകൃതികളും വീര്യനാട്യങ്ങൾ കാമാദികൾ. വാക്ചതി സ്ത്രീപീഡകൾ ആദ്യാങ്കാര്യങ്ങൾക്ക് ആക്കവും ലാഭങ്ങളും ഏറ്റിയിടും അവിദ്യകൾ. സർവേശനായി ജഗത്സാക്ഷിയായി പ്രശോഭിക്കും ദൈവത്തെ ഉള്ളത്തിലേറ്റി വസിക്കുകിൽ. വിദ്യയും ബുദ്ധി ശക്തി ഭുക്തികൾ ശ്രീവിത്തുകൾ ശക്തിയായി കനിഞ്ഞിടും ഞാനെന്നറിഞ്ഞാലും സർവചരാചരവർഗങ്ങളിൽ മമ ശക്തി ഒന്നേകമായി കാൺമാതെ ഭിന്നമായി വെവ്വേറെ കാൺമതും ശണ്ടകൾ ചെയ്വതും ദൈവവിരോധേന വാഴുന്നു താമസർ. തത്വമസി വാക്യപാലനം ചെയ്വർ വിദ്യാവിശാരദന്മാരെന്ന് വന്നിടും. തത്വമസി മമ തത്വമെന്നോർത്തുടൻ വിദ്യാവിശാരദർ എന്നിൽ രമിക്കുന്നു. തത്വമസി തന്നിൽ ചിത്തം രമിക്കുവാൻ ശുദ്ധമാ സ്വാത്വിക ജീവിതം മുഖ്യമാം. ഏറെയായി ഭൂമിയിൽ ക്ഷീണങ്ങളേറ്റുവാൻ ഏറി വിലസിച്ചിടൻ താമസ ശീലന്മാർ. താപത്രയങ്ങളും താമസരൂപവും ലോകർക്ക് നൽകും അവിദ്യാസ്വരൂപികൾ. ഈ വിധം താമസിയാകും അവിദ്യയും പ്രാണികൾ പ്രാണനായി വിദ്യയും മേവുന്നു. വിദ്യകൾ നിർണയിച്ചിടുവാൻ വിസ്താരമെന്നേ ചൊല്ലിയെന്നേയുള്ളൂ. സത്യസ്വരൂപ സമസ്ത ലോകേശ്വര വിദ്യാസ്വരൂപനെ പാഹിമാം പാഹിമാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.